ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബിരിയാണി റൈസോ കൈമ റൈസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സപ്ലൈകോയിലെ ബിരിയാണി റൈസാട്ടോ. അതായത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നികത്തിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകാം. കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പപാത്രത്തിൽ വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, ഒരു ബേ ലീഫ്. ഇത്ര ഇട്ടതിന് ശേഷം ഇതൊന്ന് നെയ്ക്കകത്ത് മൂപ്പിക്കണം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇനി ഇത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റൈസിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് അരി മൂത്ത് കഴിയുമ്പോൾ അരി ഇങ്ങനെ പൊട്ടുന്ന പോലെ ചെറിയൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് വെക്കാത്ത അരിയാട്ടോ. നമ്മൾ കഴുകി വെച്ച് ഉടനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ അരി ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നതുകൊണ്ട് 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണേന് അരി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. ഇത് 2 ഗ്ലാസ് ഇല്ല, കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാനതിന് ബാക്കി വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് തേങ്ങയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ഫുള്ള് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല. ചോറിന് ആവശ്യമുള്ള ഉപ്പ് അതുകൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തീ കൂട്ടി വെക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറയ്ക്കാം. കുറച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പാത്രം ചെറിയ ബർണറിൽ ചെറിയ ഫ്ലെയിമിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. എന്തായി നോക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. തേങ്ങ ഒരു 1/2 കപ്പ് വരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതൊന്ന് നെയ്യിൽ മൂപ്പിക്കണം. സവാള ഒരു ചെറിയ ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് പൊട്ടിപ്പോവും. ഒരു പരന്ന തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ ബേ ലീഫ് ഇതിൽ നിന്നെടുത്ത് മാറ്റുവാണ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറി, മട്ടൻ കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ആണെങ്കിലും മതി. ഇത് തേങ്ങാപ്പാലില്ലാത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. കൂടാതെ തേങ്ങയും കൂടെ ചിരകിയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ റൈസിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.